ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയുന്നത് നമ്മൾ എ സി ടെക്നീഷ്യന്മാരെല്ലാവരും കൂടിയിട്ട് ഒരു ടൂർ പോകുന്നുണ്ടായിരുന്നു ആലപ്പുഴ ഹൗസ് ബോട്ടിലേക്ക്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ കുന്നുകുളത്ത് നിന്നാണ് ഞങ്ങൾ സ്പെയറൊക്കെ വാങ്ങുക. പ്രതാപേട്ടെന്ന് പറയും. അപ്പോൾ അവരെ വകയായിരുന്നു. നമുക്ക് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷത്തോളമായി. പക്ഷേ ഞാൻ പിന്നെ ഇതിന് മുന്നേയുള്ള വർഷം ഞാൻ ഗൾഫിലായിരുന്നു കൊണ്ട് എനിക്കത് ചാൻസ് മിസ്സായിരുന്നു. ഇപ്പോൾ ഇപ്രാവശ്യം നാട്ടിലുള്ളത് കൊണ്ട് ഞാനും അതിൽ പങ്കെടുക്കാൻ പറ്റി. ഞങ്ങൾ രാവിലെ ഏകദേശം ഒരു 4:30-5 മണിക്കാണ് ഇവിടുന്ന് പുറപ്പെട്ടത്. നമ്മളങ്ങനെ ഹൗസ് ബോട്ടിൽ കയറി. നല്ല സെറ്റപ്പായിരുന്നു കേട്ടോ. കാരണം മടിയിൽ തന്നെ ഏകദേശം ഒരു 10ഓളം റൂമുണ്ടായിരുന്നു. ഇതേപോലത്തെ നല്ല സെറ്റിങ്ങൊക്കെ ഉള്ള റൂം, അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ആയിട്ട്. നിങ്ങൾ ഗ്രൂപ്പ് ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. രാവിലെ എത്തി വൈകുന്നേരം 4 മണി വരെയാണ് നമുക്ക് അവരിതിൽ ടൈം തന്നിരുന്നത്. രാവിലെ 11 മണി മുതൽ 4 മണി വരെ. ഇതൊക്കെ അതിനകത്തെ റൂമുകളാണ്. എ സി എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഇത് നമ്മൾ പോകുമ്പോഴുള്ള കാഴ്ചകളാണ്. കുറേ ഹൗസ് ബോട്ടുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ, അതേപോലെ തന്നെ നമുക്ക് ഡാൻസ്, അതേപോലെ പാർട്ടിയൊക്കെ നടത്താനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇത് സ്പീഡ് ബോട്ടാണ്. അഥവാ നമ്മൾ ഒരാളെ ജസ്റ്റ് അവർ ഫ്രീ ആയിട്ടൊന്ന് ട്രയൽ ചെയ്യും. ഇതിന് ചാർജ് 300 രൂപയാണ് പറയുന്നത്, അഥവാ 10 കിലോമീറ്റർ. ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം കയറിയാലും മതി കേട്ടോ. കാരണം നല്ല സ്പീഡിലാണ് പോവുക. പിന്നെ അതേപോലെ അവർ ആ ബോട്ട് ചെരിക്കുന്നതൊക്കെ നല്ല ധൈര്യം ഉണ്ടാവും. നമ്മൾ അവിടെ നിന്ന് എടുത്തൊരു ഫോട്ടോ എടുത്തു. ഇത് പിന്നെ ഡാൻസിൻ്റെ ടീമാണ്. എല്ലാവരും പൊളി ഡാൻസ് തന്നെയായിരുന്നു, എല്ലാ ടെക്നീഷ്യന്മാരും. മൊത്തം ഞങ്ങൾ 75 പേരാണ് ഉണ്ടായിരുന്നത്. 2 വണ്ടിയിലായിട്ടാണ് പോയത്, ഒരു ബസ്സും ഒരു ട്രാവലറും. നിങ്ങൾ ഏതെങ്കിലും എ സി ടെക്നീഷ്യന്മാർ ഇതേപോലെ ടൂർ പോകുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഈ വീഡിയോക്ക് അടിയിലൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 11-12 മണിയായപ്പോൾ അതിൻ്റെ അടുത്തൊരു ഐസ്ക്രീംകാരൻ വന്നു. അപ്പോൾ ആളേക്കൊന്ന് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങി കഴിക്കുകയും ചെയ്തു. ഞാനൊക്കെ ഗൂഗിൾ പേ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് കുറേ ആൾക്കാർ കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് പിന്നെ എല്ലാവരും അങ്ങനെ ഉറങ്ങി. പിന്നെ ഏകദേശം ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോഴാണ് നീക്കുന്നത്. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ മറൈൻ ഡ്രൈവിലാണ് വന്നത്. വരുന്ന വഴി എത്തുമ്പോൾ ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നമ്മൾ നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും ചായയും കടിയൊക്കെ കഴിച്ചു. ഫുഡ് ഞങ്ങൾ ചാലക്കുടിയിൽ നിന്നാണ് കഴിച്ചത്. പിന്നെ നൈറ്റ് വ്യൂ അടിപൊളിയാണ് കേട്ടോ. മറൈൻ ഡ്രൈവിൻ്റെ നടക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ്. ഇതേപോലെ ഫുള്ള് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഏരിയ ആയിരുന്നു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.